Watch full episodes on Jio Hotstar. ആര്യ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്മാർട്ട് വാച്ച് എടുക്കരുതെന്ന്. റോണി എന്ത് പറയുന്നോ അതാര്യ ചെയ്യും. എന്ത് റോണിയോ? നീ എപ്പോഴാ അവന്റെ ഓർഡേഴ്സ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്? റോണി എന്ത് പറയുന്നോ അതാണ് ആര്യ ചെയ്യുന്നത്. അയ്യോ, ഇവൾക്ക് ഇതെന്ത് പറ്റി? ഓ, ഈ ആര്യ ഫുൾ ചാർജ് ആയിട്ടും ഫ്ലിക്കർ ചെയ്യുന്നത് എന്താ? ഓ, സുപ്രീമോടെ സ്വന്തക്കാരി. പ്രാന്തിനുള്ള ക്രാഷ് കോഴ്സ് ചെയ്തായിരുന്നോ നീ? എല്ലാവരുടെയും മുമ്പിൽ ഏലിനാന്ന് കാണിക്കാൻ പോവാണോ? റോണി പറഞ്ഞിട്ടുണ്ട്, അഭിമന്യു നിന്നോട് വഴക്കിടാൻ വന്നാൽ നീയും അവനോട് വഴക്കിടണമെന്ന്. ഞാൻ അഭിമന്യുവുമായി വഴക്കിടാൻ പോവുകയാണ്. അയ്യോ, എന്തേ ചെയ്തത്? ഏലിയനായിട്ടും ഒരു ഏലിയനോട് വഴക്കിടുന്നു. നിന്റെ കണ്ണിന് ഇതെന്ത് പറ്റി? നിക്കാരിയ. ലോ ബാറ്ററി. ഓ, എവിടെ പോയി ആര്യ? ഓ, നിൽക്കാരിയ. നിക്കാരിയ, എന്റെ ഏലിയൻ വാച്ച് നീ റോണിക്ക് കൊടുക്കാൻ പാടില്ല. ഇതിലൂടെയല്ലേ നമ്മൾ സുപ്രീമയോട് കണക്ട് ആവുന്നേ. ഇത് ഹ്യൂമൻസിന്റെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ കാര്യം കുഴപ്പത്തിലാവും. നീ വീണ്ടും എന്റെ വഴി മുടക്കുന്നു. ഓ, ഈ റോണി എന്ത് ട്രിക്കാണ് ചെയ്തിരിക്കുന്നത്? ഇവൾക്ക് പ്രാന്തായോ? എങ്ങോട്ട് പോയി? ഓ, വെള്ളം. റിസർച്ചിൽ പറഞ്ഞത് വെള്ളം ഒഴിച്ചാൽ ഹിപ്നോട്ടിസം ഇല്ലാതാവുന്നല്ലേ? ആര്യ, നിന്റെ ഹിപ്നോട്ടിസം ഈ വെള്ളം കൊണ്ട് ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. ഹിപ്നോട്ടിസത്തെ ഞാനിപ്പൊ പറപ്പിച്ചിരിക്കും. ആര്യ, നിനക്ക് ബോധം തിരിച്ചു കിട്ടിയോ? നീ വീണ്ടും വന്നോ? ആര്യ, നീ ഇപ്പോഴും ഹിപ്നോട്ടൈസ്ഡ് ആണ്. ഞാൻ ഇനി എന്ത് ചെയ്യും? ആര്യയെ റൈഡിൽ കയറ്റി പമ്പരം പോലെ കറക്കാം. അങ്ങനെ കറങ്ങി കറങ്ങി ഹിപ്നോട്ടൈസ് മുഴുവൻ മാറിപ്പോവും. ശരി, ഇനി നല്ല കുട്ടിയെ പോലെ ഈ റൈഡിൽ കയറ്. അയ്യോ, ഇതിന് നല്ല സ്പീഡായി പോയല്ലോ. ഇപ്പോൾ എന്റെ തലയാണല്ലോ പമ്പരം പോലെ കറങ്ങിയത്. ആരെയൊന്ന് ഓക്കെ ആയാ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ തല കറങ്ങുന്നു. പക്ഷെ ആര്യ ഈ കറക്കത്തിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. അയ്യോ, ഒന്ന് നിൽക്കന്റെ ആര്യേ. നീ വീണ്ടും ഇത് എങ്ങോട്ടേ പോകുന്നത്? ആദ്യം ഇവളെ എങ്ങനെങ്കിലും വീട്ടിൽ കൊണ്ടാക്കാം. അയ്യോ, റോണി ഈ വഴിക്കൂടെയാണല്ലോ വരുന്നേ. ഈ പെൻഡുലം കാരണം ആര്യ ഇപ്പോ അഭിമന്യുന്റെ സ്മാർട്ട് വാച്ച് കൊണ്ട് വരുന്നുണ്ടാവും. പക്ഷെ റോണി ഇപ്പൊ അവളെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുവല്ലേ, ഇനി അവളെ എങ്ങനെ നോർമൽ ആക്കും? സിമ്പിൾ. ഈ പെൻഡുലം ഒന്നും കൂടി അവളുടെ മുന്നിൽ കറക്കിയാ മതി. അപ്പോൾ അവളുടെ ഹിപ്നോട്ടിസം മാറും. നിങ്ങൾ വേഗം വാ. ഇപ്പൊ ആര്യ ആ സ്മാർട്ട് വാച്ച് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആര്യയുടെ കുഴപ്പത്തിനെല്ലാം കാരണം ഈ പെൻഡുലമാണല്ലേ? ഇനി അഭിമന്യുവിന് മൈതാനത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ. ഇവരുടെ ഹിപ്നോട്ടിസം കാരണം എന്റെ ബാറ്ററി ഒക്കെ ഡിസ്ചാർജ് ആയി പോയല്ലോ. ഓ, ഈ സമയം തന്നെ ഏലിനുമായി പോയി. പക്ഷെ അഭിമന്യു തോൽക്കാൻ തയ്യാറല്ല. ആര്യ, ഞാനിതാ വരുന്നു നിന്റെ ഹിപ്നോട്ടിസം ഇല്ലാതാക്കാൻ. അതുകൊണ്ടോ ആര്യ സ്മാർട്ട് വാച്ച് ആയിട്ട് വരുന്നുണ്ട്. അവളുടെ കയ്യിൽ അഭിമന്യുന്റെ വാച്ച്.
ആര്യ ഇങ്ങത്താ അഭിമന്യുവിന്റെ സ്മാർട്ട് വാച്ച് എനിക്ക് താ. റോണി എന്ത് പറയുന്നോ അതാണ് ആര്യ ചെയ്യുന്നത്. പക്ഷെ റോണി, അഭിമന്യു ഇവിടെ ഉള്ളപ്പോൾ അത് ഒരിക്കലും സംഭവിക്കില്ല. യെസ്. ആര്യ ഈ സ്മാർട്ട് വാച്ച് എനിക്ക് താ. വിട് വിട്, വേഗത വിടാനാ പറഞ്ഞത്. അഭിമന്യു സ്മാർട്ട് വാച്ച് നിനക്കെന്തിനാ തരുന്നേ? ആര്യ, റോണി എന്താണോ പറയുന്നത് അതാണ് ആര്യ ചെയ്യേണ്ടത്. ആര്യക്കുന്ന തലയ്ക്ക് വട്ടാണോ റോണി പറയുന്ന അനുസരിക്കാനായിട്ട്? വേഗം പൊക്ക ഇവിടുന്ന്. ആര്യ, മര്യാദയ്ക്ക് ആ വാച്ച് തന്നില്ലെങ്കിൽ ഞാനത് തട്ടിയെടുക്കും. വരൂ. ഇവരെപ്പോഴും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണം. പപ്പ ക്യാച്ച്. അയ്യോ, ഈ സ്പിന്ന് എന്നെ സ്പിന്നാക്കി കളഞ്ഞല്ലോ. പക്ഷെ ഈ കളിയിൽ നമ്മുടെ പവറും കൂടെ യൂസ് ചെയ്തിരുന്നെങ്കിൽ നല്ല ആ രസമാണ്. ശരിയാ പറഞ്ഞേ മമ്മി. കുക്കി അങ്ങനെ ആലോചിക്കുകയോ ചെയ്യരുത്. ആര്യ എപ്പോഴും ബിസി ആണെങ്കിലും അവിടെ കണ്ണ് നമ്മുടെ മേൽ തന്നെ ഉണ്ട്. ആര്യ, കമോൺ, നീയും ഞങ്ങളുടെ കൂടെ കളിക്കുന്നേ. കളികളൊക്കെ ഹ്യൂമൻസ് ആസ്വദിക്കുന്നതല്ലേ? നല്ല രസമുണ്ട് ഇത്. എനിക്ക് ഈ പ്ലാസ്റ്റിക് പാത്രം വെച്ച് കളിക്കാനൊന്നും ഇഷ്ടമല്ല. കേട്ടല്ലോ നീ? ആര്യ, ആര്യ സൂക്ഷിച്ച്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിക്ക ആര്യ. എനിക്കറിയാം അഭിമന്യു, ഹ്യൂമൻസ് എന്തിനാ അവരുടെ ടൈം ഈ സില്ലി ഗെയിംസിന് വേണ്ടി ചെലവാക്കുന്ന. എന്തൊരു വിഡ്ഢിത്തരം ഇത്. ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിലേ കുറച്ചൊക്കെ ചില്ലേണ്ട ആവശ്യമുണ്ട് ആര്യ. ഹ്യൂമൻസ് ആയിട്ട് രസങ്ങളൊക്കെ ആസ്വദിക്കണം. സൺഡേ എന്ന് വെച്ച ഫൺ ഡേ. പപ്പ ക്യാച്ച്. ആ വാ അഭിമന്യു, എന്തൊരു ത്രോ ആയിരുന്നു അത്. ഇതെങ്ങനെ സംഭവിച്ചു? ആര്യ മാർക്കോ. ഇനി എന്തായി കാണിച്ച അഭിമന്യു? ആര്യ ഇനി നമുക്ക് ക്ലാസ് എടുക്കും. നമ്മളിവിടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആര്യ ഇനി നമ്മുടെ കളിയെല്ലാം തീർക്കും. സോറി ആര്യ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ, പണി തീർന്നു. എന്റെ ഹ്യൂമൻ ഫാമിലി. ശരി, എല്ലാ കുമാർസും ചേർന്ന് സൺഡേ നമുക്ക് ഫൺ ഡേ ആക്കാം. ലെറ്റ്സ് പ്ലേ. ഇതെന്താ? ഇത് പഴയ ആര്യ തന്നെ അല്ലേ? ഇതാ മമ്മി. എന്തായാലും നന്നായി. ഞാൻ തള്ളിയിട്ടത് കൊണ്ടേ കാര്യങ്ങളൊക്കെ എളുപ്പമായി. അയ്യോ, ഈ ഡിവൈസ് ഒരിക്കലും കള്ളം പറയില്ല. ഇതിന്റെ സിഗ്നൽ സ്ട്രോങ് ആ. ഇവിടെ അടുത്തെവിടെയോ ഏലിയൻസിന്റെ പിക്നിക് നടക്കുന്നുണ്ട്. ഈ പിക്നിക്കിന്റെ പാക്കപ്പ് ഞാൻ ചെയ്തോളാം. ഈ ശബ്ദം ഇതെവിടുന്നാ? ഇവിടെ അടുത്തെവിടെയോ ഏലിയൻസ് ഉണ്ട്. ഇവിടുന്നാ സിഗ്നൽ വരുന്നത്. ഇപ്പൊ ഈ പുതിയത് എന്ത് റീസെർച്ച് ചെയ്യാൻ വേണ്ടിട്ടാ സുപ്രീമ നമ്മൾ അയച്ച്? അതും കടലിന്റെ അടുത്ത്. ആര്യ, നീ റീസെർച്ച് ചെയ്തോളൂ, ഞാനൊന്നും പോയി സ്വിം എന്നെ എന്തിനാ വീഴ്ചേ? നീ എങ്ങനെ സ്വിം ചെയ്യുന്ന പറയുന്നേ? ആദ്യം നീ ഹ്യൂമൻസിനെ പോലെ സ്വിമ്മിങ് പഠിക്ക്, എന്നിട്ട് ചെയ്യാൻ നോക്ക്. ഹ്യൂമൻസിനെ പോലെ സ്വിം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ? നമ്മൾ ഏലിയൻ സ്പേസിൽ എപ്പോഴും ഫ്ലോട്ട് ചെയ്യാറില്ലേ? അല്ല, സ്വിം ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ഈ സമുദ്രത്തിലും ഞാൻ എന്റെ ഏലിയൻ അവതാറിൽ സ്വിം ചെയ്യും. അഭിമന്യു, നീ എപ്പോഴും ഇങ്ങനെ ഏലിയൻ ആയിക്കൊണ്ടിരുന്ന ഞാൻ സുപ്രീമോയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ചില്ലാര്യ, ഇവിടെ നോക്കൂ, ദൂരത്ത് പോലും ഒരു ഹ്യൂമൻസേ ഇല്ല. പിന്നെ ഇവിടെ ആരും ഏലിയൻസിനെ അന്വേഷിച്ച് വരാൻ പോകുന്നില്ല. ദാ നോക്ക്, ഞാനിതാ സ്വിം ചെയ്യാൻ പോകുന്നു. പക്ഷെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, ഞാനിതാ പോകുന്നു. അഭിമന്യു, അയ്യോ, അഭിമന്യു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അഭിമന്യു, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാവോ? അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്ക്, എനിക്ക് നീന്താൻ അറിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, സ്വിമ്മിങ് ചെയ്യണമെങ്കിൽ ഏലിയനായി മാറാൻ. നീ കാരണം ഇങ്ങനെ സംഭവിച്ചേ.
നീ കാരണമല്ലേ ഞാൻ വെള്ളത്തിൽ വീണ അല്ലേ? പിന്നെ ഈ ചീത്ത വെള്ളമല്ലേ എന്റെ മൂക്കിലും കയറി. എന്നെ രക്ഷിക്കേ. ഹ്യൂമൻസിനെ പോലെ നിനക്ക് നീന്താൻ അറിയില്ലെങ്കിൽ നീ വായൊന്ന് അടച്ചു വെക്ക്. അറിയാതെങ്ങാനും ഹ്യൂമൻസ് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രോഗിയായി മാറും. നമുക്ക് ഏലിയൻസിന് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് മാറിയിരുന്നേ പറ്റൂ. എന്തെങ്കിലും സംഭവിച്ചാലോ പെട്ടെന്ന് ഏലിയനായി മാറ്. എന്നിട്ട് വാ അടച്ചു വെക്ക്. എന്തായാലും വെള്ളത്തിന്റെ അടിയിലെത്തിയ സ്ഥിതിക്ക് കുറച്ച് റിസർച്ച് ചെയ്യാം. എത്ര കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സും ക്രീച്ചേഴ്സും. ഇതിനടിയിലുള്ള ലോകം ഇത്ര മനോഹരമാണെന്ന് മനസ്സിലാവുകയില്ല. ഇനി ഇതെന്ത് കുഴപ്പമാണോ? ഈ ആര്യ എങ്ങോട്ട് പോയി? ഓ കുടുങ്ങിപ്പോയല്ലോ, കുടുങ്ങിപ്പോയല്ലോ. പക്ഷേ ഒക്കെ എവിടുന്ന് വന്നു? അന്വേഷിച്ചേ പറ്റൂ. എടി ആര്യ, നിന്റെ കാര്യം നീ എന്നോട് വാടി ഇങ്ങോട്ട്. അയ്യോ, എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ. കാരണം ഈ ഗെയിമിൽ തോറ്റത് ഞാൻ കമാൻഡർ ആണെന്ന് മറക്കണ്ട. കമാൻഡർ, നിന്റെ കമാൻഡർ പവർ ഞാനിപ്പോ കാണിച്ചു തരാവടി നിനക്ക്. നിന്റെ ടെന്റിക്കിൾസ് എടുത്ത് മാറ്റാൻ. നിന്റെ ഓരോ പ്രവർത്തി കാരണം എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. നിന്നെ കറക്റ്റ് നിലത്തടിക്കും ഞാൻ. ഭൂമിയിൽ ഇവരുടെ പപ്പയും മമ്മിയാണ് നമ്മൾ. നമ്മൾ അവരുടെ വഴക്ക് തീർത്തേ പറ്റൂ. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ശരിക്കും ആങ്ങളെയും പെങ്ങളും പോലെ വഴക്കിട്ടോണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളല്ലേ? ഞാൻ എത്ര നേരമായിട്ട് പറയാ വഴക്കിടുന്ന നിർത്താൻ. ഇവള് കേൾക്കുന്നേ ഇല്ലാതെ. ഞാൻ പറയുന്നത് നീയും കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ ഏലിയൻസ് പവർ യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. ഇനി ഒരു ഗെയിമും കൂടെ ബാക്കിയുള്ളൂ. അതെങ്കിലും ജയിച്ചാലേ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. ഈ ഗെയിം എന്തായാലും ഞാൻ ജയിച്ചിരിക്കും. ഇതാ സമയമായിരിക്കുന്നു. ഫൈനൽ റൗണ്ട്. കുമാർ ഫാമിലിക്ക് ഇപ്പോഴും ഒരു അവസരമുണ്ട്. ഫൈനൽ റൗണ്ട് ജയിച്ച് ഒരേ സമയത്ത് 3 പോയിന്റ് നേടി ഈ കോമ്പറ്റീഷൻ ജയിക്കാൻ പറ്റും. ഏത് ഫാമിലിയാണോ ഒന്നിച്ച് ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നത് അവർ ജയിച്ചിരിക്കും. അഭിമന്യുവിന്റെ മേലൊരു കണ്ണ് എപ്പോഴും വേണം. ഇല്ലെങ്കിൽ അവന് ഏലിയൻ പവർ യൂസ് ചെയ്യും. ഈ അഭിമന്യു എന്താ മനസ്സിലാക്കാത്തെ? നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും നമ്മൾ ഏലിയൻസ് ആണെന്ന്. ഇത് കോമ്പറ്റീഷൻ ജയിക്കാൻ പറ്റിയ അവസരമാണ്. ഇത് അഭിമന്യു വളരെ ഉയരത്തിൽ ചാടിയിരിക്കുന്നു. ഓഡിയൻസും അത്യധികം ആഹ്ലാദിക്കുന്നു. അയ്യോ, ഈ ഹഡിൽ സകല ചാടി കിടക്കും. എടി നിക്കടി, ഞാനും വരുന്ന്. അയ്യോ, എത്ര സ്പീഡിൽ ഓടിയാലും ഫിറ്റ്നസ് ഫാമിലിയെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ഓ, എന്റെ ബാറ്ററി തീരാൻ പോവാണല്ലോ. ഹ്യൂമൻസ് ഏലിയൻസിന്റെ കൂടെ മത്സരിക്കുന്നോ? ഓ നോ, എന്റെ ബാറ്ററിക്ക് ഇപ്പോഴാണോ 10% താഴെ പോകാൻ തോന്നിയത്. ഇനി എന്ത് ചെയ്യും ഞാൻ? ഇപ്പൊ എന്റെ മുഴുവൻ ബാറ്ററിയും തീരും. എന്റെ ഏലിയൻ രൂപവും പുറത്താകും. അഭിമന്യു സ്പീഡ് കുറച്ചല്ലോ. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. റോക്ക് ആൻഡ് റോൾ പാർക്ക്, ഞങ്ങൾ ഇതാ വരുന്നു. അഭിമന്യു ഫ്ലിക്കർ ആവുന്നുണ്ടല്ലോ. എല്ലാവർക്കും മനസ്സിലാവും അവൻ ഏലിയൻ ആണെന്ന്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അഭിമന്യുന്റെ ബാറ്ററി ചാർജ് തീരുന്നതിന് മുമ്പ് അവനെ കൊണ്ട് നമുക്ക് വീട്ടിൽ പോകണം. വരൂ, എന്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹോദരൻ യഥാർത്ഥ സുഹൃത്തിനെ സഹായിച്ചേ പറ്റൂ. അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അഭിമന്യു, നീ കൂടുതൽ എനർജി ഉപയോഗിച്ച് നിന്റെ ഏലിയൻ രൂപം എക്സ്പോസ് ആകും. ആ, പക്ഷെ എനിക്ക് ഓടാൻ പറ്റുമല്ലോ. പിന്നെ എന്തിനാ എന്നെ എടുത്തോണ്ട് പോകുന്നത്? നമ്മൾ ഒരു ഫാമിലി അല്ലേ? അപ്പോൾ നിന്നെ എടുത്തുകൊണ്ട് നമുക്ക് ജയിക്കാം. നമ്മൾ തന്നെ ജയിക്കും. നമുക്ക് പോകാം.
മമ്മി ഏലിയന്റെ ശക്തി കാണിക്കാം. ഓ ഇതെന്താ കുമാർ ഫാമിലി ജയിച്ചിരിക്കുന്നു. ഈ റണ്ണിംഗ് കോമ്പറ്റീഷനിൽ ജയിച്ച കുമാർ ഫാമിലി വിജയിച്ചിരിക്കുന്നു. ഓ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ജയിച്ചതല്ലേ, എന്നിട്ട് പ്രൈസ് വാങ്ങാതെ എന്തിനാ പോകുന്നത്? അഭിമന്യു, നിന്റെ ബാറ്ററി എത്രയാണ് നോക്ക്. ഒരു മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ നമ്മൾ ഓടി ഓടി വീട്ടിൽ നിന്നല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകേണ്ടി വന്നേനെ. ആ ശരിയാ, ഞാനത് ഓർത്തേ ഇല്ല കേട്ടോ. അതൊക്കെ ഓർക്കാനായിട്ട് നിന്റെ കൂടെ ഫാമിലി ഉണ്ടായിരുന്നല്ലോ. വെറും ഫാമിലി അല്ല, ഫാമിലി നമ്പർ 1. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ടേൺ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഈ അഭിമന്യുനും ആയിരിക്കും എന്ത് പറ്റി? അറിയില്ല. സൂര്യന്റെ വെളിച്ചം ഫ്രീ ആയിട്ട് കിട്ടുന്നു. പിന്നെ എന്തിനാ ഈ ട്യൂബ് ലൈറ്റ് ഓൺ ആക്കി വെച്ചിരിക്കുന്നേ? ഈ സ്കൂളിൽ എല്ലാവർക്കും തോന്നുന്നത് പൈസ പ്രിൻസിപ്പൽ മണിയുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നാ. അഭിമന്യു, ഇത് സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആണ്, ഹൈയസ്റ്റ് കമാൻഡർ. ഇദ്ദേഹത്തെ ഇംപ്രസ് ചെയ്ത് സ്കൂളിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ സൂപ്പർ ആക്കണം. ഗുഡ് മോർണിംഗ് ആര്യ, അഭിമന്യു, നിങ്ങൾ എന്തിനാ അവളെ പോലെ ഇങ്ങനെ ചാടുന്നേ? ഇതെന്ത് ഡ്രസ്സാ നിങ്ങൾ ഇട്ടിരിക്കുന്നേ? ആര്യ എപ്പോഴും ഇങ്ങനെ വികൃതി കാണിക്കും. പക്ഷെ നീ അഭിമന്യു, ലണ്ടനിൽ പോയി നീയും വികൃതി തുടങ്ങിയോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നാളെ പ്രോപ്പർ യൂണിഫോം ഇട്ടേ വരാവൂ കേട്ടോ. ഇനി മര്യാദയ്ക്ക് ക്ലാസ്സിലേക്ക് പോ. പിന്നെ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ മമ്മി ആൻഡ് ഡാഡിയെ സ്കൂളിലേക്ക് വിളിക്കും. കുഴപ്പമാകും കേട്ടോ. ഈ പ്രിൻസിപ്പൾ എന്തായി പറയുന്നേ? നമ്മുടെ യൂണിഫോമിന് എന്താ കുഴപ്പം? പിന്നെ ഞാനും ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ലല്ലോ. നിന്റെ റെപ്യൂട്ടേഷൻ ഇവിടെ പണ്ടേ കുഴപ്പത്തില്ല. നീ അത് ശരിയാക്കി എടുക്കുക ആര്യ. പണ്ടി ദാ നോക്ക്, നമ്മുടെ സ്കൂളിലെ പുതിയ കമാൻഡോ. അഭിമന്യു, നീ ഫോറിനിൽ നിന്ന് എപ്പ തിരിച്ചെത്തി? ഞാൻ നിന്നെ എത്ര മിസ് ചെയ്യുന്നു. ഇതെന്തേ ചെയ്യുന്ന നീ? ഫിസ്റ്റ് ബം. ആദ്യം എന്നെ കെട്ടിപ്പിടിച്ചു, ഇപ്പൊ എന്നെ പഞ്ച് ചെയ്യുന്നു. ഇത് തമാശയാണോ അഭിമന്യു? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ടിങ്കു ആയിട്ട് ഫിസ്റ്റ് ബം ചെയ്യില്ലേ? നീ എന്തിനാ ഇടിക്കാൻ വരുന്നത്? ഓ, ഇത് അഭിമന്യുവിന്റെ ഫ്രണ്ടാണ്. ഇപ്പൊ അവൻ ഹ്യൂമൻ ടൈപ്പിൽ നിന്നെ ഗ്രീറ്റ് ചെയ്യാണ്. ഓ എങ്കിൽ ഇന്ന പിടിച്ചോ. എങ്ങനെയുണ്ട് ഈ ഫിസ്റ്റ് ബം? എന്ത് ചെയ്യും? ഏലിയൻ സ്ട്രെങ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ സൗഹൃദം. എന്താ എന്റെ ക്ലാസ്സിൽ നടക്കുന്നത്? അവരവരെ സ്ഥലത്ത് പോയിരിക്കേ. ഓക്കേ ക്ലാസ്, നമുക്കിനി ചെക്കിംഗ് തുടങ്ങാം. ഇത് ചിലപ്പോ നമ്മുടെ കമാൻഡിംഗ് ടീച്ചർ ആയിരിക്കും. ഇവരെ ക്ലാസ്സിലെത്തിയാൽ ഉടൻ ഗ്രീറ്റ് ചെയ്യേണ്ടതാണ്. ഗുഡ് മോർണിംഗ് കമാൻഡിംഗ് ടീച്ചർ. ഒരു സ്കൂളിന്റെ ഫസ്റ്റ് ഡേക്ക് തന്നെ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണല്ലേ? ഞാൻ നിനക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ദേഷ്യപ്പെടല്ലേ കമാൻഡിംഗ് ടീച്ചർ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഞങ്ങൾ എടുത്തോളാം. അഭിമന്യു, ആര്യ, നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഈ ആര്യയും അഭിമന്യുവും അവരുടെ ബുദ്ധിയെല്ലാം ഫോറിനിൽ ഉപേക്ഷിച്ചിട്ട് പോന്നു തോന്നുന്നു. സോറി കമാൻഡിംഗ് ടീച്ചർ, നിങ്ങൾ ഇരിക്കുന്നത് ബെഞ്ചിലല്ല, ദേ ഇവിടെയാണ്. മോനാ, കിഴിച്ചു കൂട്ടി നോക്കിയിട്ട് ഒരു സ്റ്റുഡന്റ് എന്റെ കസേരയിൽ, അതായത് കണക്ക് സാറിന്റെ കസേരയിൽ കയറിയിരിക്കുന്നു. സർ, അത് ഈ അഭിമന്യുവിന്റെ ആരുടെ പണിയാ? ഇവരെന്നെ കളിയാക്കായിരുന്നു. യെസ് സാർ, ഇവര് രണ്ടുപേരും ഈ ക്ലാസ് മുഴുവൻ ഇളക്കി മറിക്കായിരുന്നു. അഭിമന്യു, മോനെ ടീച്ചറല്ല, ഇതാണ് മാത്സ് ടീച്ചർ. നമുക്ക് അബദ്ധം പറ്റിയതാ. ആര്യ കറക്റ്റ് സമയത്ത് എത്തിയേ. അഭിമന്യു, നീ ഈ കാണിക്കുന്ന നശിച്ച വികൃതികൾ അറിഞ്ഞാൽ ഏലിയൻസ് നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. ഇതുവരെ നീ ഏലിയൻ ഫോമിലാ പറന്നു നടന്നേ, ഇപ്പൊ ഹ്യൂമൻ ഫോമിലും പറക്കുവാണോ? ഞാൻ ഇത് എന്തായാലും സുപ്രീമയോട് കംപ്ലൈന്റ് ചെയ്യും. അയ്യോ, സുപ്രീമോട് പിന്നെ കംപ്ലൈന്റ് ചെയ്യാം. ആദ്യം ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്തതാ. ഇത് ഗ്രീൻ ആൻഡ് പർപ്പിൾ കെമിക്കൽസ് മിക്സ് ആയപ്പോ ഉള്ള പ്രോബ്ലമാ. പ്ലീസ് ആര്യ, നിനക്ക് എന്നെ താഴെ ഇറക്കാവോ? അല്ലെങ്കിൽ ഏറെ ഞാൻ ഇങ്ങനെ പറന്ന് നടക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് മാത്രം എന്താ സംഭവിക്കുന്ന അഭിമന്യു? ഞാൻ ഇതൊന്ന് റിസർച്ച് ചെയ്ത് നോക്കട്ടെ. പിന്നെ ഈ പ്രോബ്ലത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ നോക്കാം. അതുവരെ ഈ റെയിലിംഗിൽ പിടിച്ചു നിന്നോ. അയ്യോ, ഇതെന്തേ സംഭവിക്കുന്നേ?
അയ്യോ, ഇനി എന്ത് പ്രശ്നമാണോ ഉണ്ടാവാൻ പോകുന്നേ? ഏലിയനായിട്ട് പറക്കുമ്പോ നല്ല രസമാ, പക്ഷെ ഹ്യൂമനായി പറക്കുമ്പോ ആകെ പ്രശ്നങ്ങളാണല്ലോ. എന്ത് ചെയ്യും? അയ്യോ, ഞാൻ എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടും? No, 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 no. അയ്യോ, ഈ പ്രോബ്ലം ഇപ്പൊ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണല്ലോ. ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ ഒളിക്കാനുള്ള സ്ഥലങ്ങൾ കുറവാ, പിടിക്കപ്പെടാൻ സാധ്യതയും കൂടുതലാണല്ലോ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അയ്യോ, ഈ അഭിമന്യു ഇത് എവിടെ പോയി? ആര്യ, ഒരു സ്ഥലത്ത് നിർത്തി അവിടെ നിക്കില്ല. അയ്യോ, കസ്തൂരി മിസ് അവന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയത് കണ്ട മിസ് വഴക്ക് പറയല്ലോ. ഒരു വഴിയുള്ളൂ, മിസ് അറിയാതെ പുറകെ പോയി നിന്ന് അവനോട് ആന്റിഡോട്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ഹ്യൂമൻസ് ഒരു ഗെയിം കളിക്കുമല്ലോ, ആക്ഷൻ കാണിച്ച്. ഞാൻ നന്നായി ആക്ഷൻ കാണിക്കും, പക്ഷെ അഭിമന്യുവിന് അത് മനസ്സിലാവോ എന്തോ. അഭിമന്യു, ലെറ്റ്സ് ട്രൈ. നോക്ക്, ആര്യ എന്നോട് എന്തോ പറയാനാണല്ലോ ശ്രമിക്കുന്നേ. അവളെന്തേ മരത്തിന്റെ മുകളിലേക്ക് കാണിക്കും? അയ്യോ, മാങ്കോ മാങ്കോ, നോക്ക് മുകളിൽ. ഏയ്, ബാങ്കോ എന്താ? പിന്നെ ഈ മരം എന്തിനാ ചൂണ്ടിക്കാണിക്കുന്നേ? ഓ, ബാങ്കോ അല്ല, മാംഗോ. അപ്പോൾ എന്റെ പ്രോബ്ലത്തിന്റെ ആന്റിഡോട്ടാണ് മാംഗോ. ഇപ്പൊ കാണിച്ചു തരാം. എനിക്ക് അതിനടുത്തേക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ. കൊള്ളാലോ, മോണയും ആര്യയും. ആര്യയാണെങ്കിൽ സുപ്രീമോയുടെ പുന്നാരയും, പിന്നെ മോണയാണെങ്കിലോ പ്രിൻസിപ്പലിന്റെ പുന്നാരയും. മോണിറ്ററിന് വേണ്ടി രണ്ടുപേരും പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആണ്. ലെറ്റ് ദ ബെസ്റ്റ് ഗേൾ വിൻ. ഇതെന്താ, ഇലക്ഷൻ നടന്നില്ലല്ലോ, അതിനു മുമ്പ് നീ എന്തിനാ ക്യാപ്പ് എടുത്ത് വെക്കുന്നേ? അഭിമന്യു ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ, മേത ബെസ്റ്റ് ഗേൾ വിൻ. അപ്പൊ ബെസ്റ്റ് ഗേൾ ഞാനല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ മോണിറ്റർ ആവും. സ്കൂളിൽ എല്ലായിടത്തും മോനയുടെ ഫാൻസ് ഉണ്ട്. ഫാനോ? എങ്കിൽ പിന്നെ ഫാനിന്റെ കാറ്റൊന്ന് കൊള്ളും മോണ. അയ്യോ, എന്റെ ക്യാപ്പ്. ഓഹോ, കണ്ടിട്ട് ക്യാപ്പ് തന്നെ ബെസ്റ്റ് ഗേളിനെ സെലക്ട് ചെയ്തെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരുടെയും പോലെ ക്യാപ്പിന്റെ വോട്ട് ആര്യക്ക് കിട്ടി. നിങ്ങൾ രണ്ടുപേരും ഞാൻ കാണിച്ചു തരാം. ആര്യ, നോ നീഡ് ടു സേ താങ്ക് യു. അത് നിനക്ക് അറിയാലോ, ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു അല്ല, മൈൻഡ് യു. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? നിന്റെ ഏലിയൻ പരിപാടി ഒന്ന് സ്കൂളിൽ വെച്ച് കാണിക്കരുതെന്ന്. ഒന്ന് അടങ്ങിയിരിക്ക്. ഓഹോ, നല്ലത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എനിവേ, ഞാൻ അതിന് എന്റെ യഥാർത്ഥ പവർ എവിടെ കാണിച്ചു? ജസ്റ്റ് ചിൽ ആര്യ. ഈ അലമാര എങ്ങനെയാ സ്വയം മറിഞ്ഞു വീഴുന്നേ? കസ്തൂരിമാൻ വിചാരിക്കും ഞാൻ അടുക്കി വെക്കുന്നതിന് പകരം എല്ലാം വലിച്ചു വരിയിട്ടെന്ന്. ഈ മെസ്സ് ഞാൻ എങ്ങനെ ശരിയാക്കി എടുക്കും? എനിക്ക് ഏലിയനും ആകാൻ പറ്റില്ല. ഇതെന്തായാലും ആ മോണ ചെയ്ത പണിയായിരിക്കും. നീ അവളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവളെങ്ങാനും നിനക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുവോ? അവളെങ്ങാനും നിന്നെ മോണിറ്റർ റേസിൽ നിന്ന് പുറത്താക്കിയാൽ ആര്യ, നീ ഒരിക്കലും തോക്കാറില്ല. ഏലിയൻസ് എങ്ങാനും അറിഞ്ഞാലോ നീ ഹ്യൂമൻസിന്റെ അടുത്തുനിന്ന് തോറ്റെന്ന്? ഇല്ലില്ല, ഇനി മോനെ ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം. അവൾക്ക് എങ്ങനെ എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഞാൻ 1 മിനിറ്റ് കൊണ്ട് ശരിയാക്കും. പക്ഷെ ആദ്യം മോനെ ഒന്ന് ശരിയാക്കിട്ട് വരാം. ആര്യ, പറയുന്നെന്ന് കേക്ക്. ആദ്യം ഈ മെസ് ഒന്ന് ശരിയാക്കണമല്ലോ. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇതൊക്കെ റെഡിയാക്കാൻ എന്റെ ഈ 2 വിരല് മതി. ഇത്രയധികം ബുക്സ് സോർട്ട് ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഏലിയൻ അഭിമന്യുവിന് മൈതാനത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ. ജോലി ഫിനിഷ്.
ഇന്ന് രസോട ചേട്ടന്റെ ഭക്ഷണം കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അല്ലാതെ ഒരു മാർഗവും കാണുന്നില്ല. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം അഭിമന്യു. നീ പറയുന്ന കേട്ടാ തോന്നും സൊല്യൂഷൻസ് എല്ലാം എന്റെ പോക്കറ്റിലുണ്ടെന്നാ. കൊള്ളാലോ, സൊല്യൂഷൻ എന്റെ പോക്കറ്റിനകത്ത് തന്നെ ഉണ്ട്. ഹ്യൂമൻസിന് വലിയൊരു ആനയെ കണ്ടാ പോലും പേടി തോന്നില്ല, പക്ഷെ ഒരു ചെറിയ പല്ലിയെ കണ്ടാ പേടിക്കും. നീ എല്ലാരും ഇത് ഡിസ്ട്രാക്ട് ചെയ്യ്. ഞാൻ ഈ പല്ലിയെ കൊണ്ട് വെച്ചിട്ട് വരാം. ഡിസ്ട്രാക്ട് ചെയ്യാനോ? പക്ഷേ എങ്ങനെ? കമാൻഡോ മാഡം, ഇടയ്ക്ക് തലച്ചോറൊന്ന് ഉപയോഗിക്കാൻ നോക്ക്. ഏലിയൻ! ഏലിയൻ! ഓ ഓ ഓ എവിടെയാ ഏലിയൻ ആര്യെ? എനിക്ക് തോന്നിയത് ഏലിയൻസ് പുറത്ത് പറന്നു നടക്കുമായിരിക്കുമെന്നാ. പക്ഷേ അതൊരു കാക്കയാണല്ലോ. കൊള്ളാം, എല്ലാ രസവും കളഞ്ഞില്ലേ? അയ്യോ, പല്ലി! രസോട ചേട്ടന്റെ ഈ അടുക്കളയിൽ ഒന്നുകിൽ രസോട ചേട്ടനുണ്ടാവും, അല്ലെങ്കിൽ ഈ പല്ലി. എന്തായാലും അയാളുടെ കയ്യിൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. ഇന്നൊരു കുട്ടിയും വിശന്നു പോവില്ല. മുരിങ്ങയിലെ പക്കോട ഇല്ലെങ്കിൽ എന്താ, ഇതാ ചൂടോടെ പാവയ്ക്ക കൊണ്ടുള്ള പക്കോട. ഇതാ നിങ്ങൾ നന്നായി ഭക്ഷണം കഴിച്ചോളൂ. പിന്നെ ഈ മോന കുറച്ച് കഴിഞ്ഞ് വന്ന് നിങ്ങളുടെ ഈ പ്ലേറ്റ് എല്ലാം ചെക്ക് ചെയ്തോളാം. ഈ ഭക്ഷണം നമ്മൾ സന്തോഷത്തോടെ കഴിച്ചാ നമ്മുടെ വയറാകെ പ്രശ്നത്തിലാകും. ഈ ബുദ്ധിമുട്ടിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. ഒന്ന് ആലോചിക്ക അഭിമന്യു. ഈ ഹ്യൂമൻസ് നമ്മൾ കാണുന്ന പോലെ അത്ര നിസ്സാരക്കാരൊന്നും അല്ല. ഇന്ന് ഹ്യൂമൻസിന്റെ രസങ്ങൾ അഭിമന്യുവിന് ഉപകാരപ്രദമാവും. ഇത്രയും ഭക്ഷണം എന്റെ പ്ലേറ്റിൽ എങ്ങനെ വന്നേ? Well done, അഭിമന്യു. Good job. ഇതെന്താ, എല്ലാ സ്റ്റുഡൻസിന്റെയും വണ്ടി അവരുടെ ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തിയല്ലോ. പക്ഷെ ആര്യ ഓടിക്കുന്ന വണ്ടി ഇപ്പോഴും ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. അതെന്താ? ഓ, ഞാൻ ഇപ്പൊ തന്നെ പോയി പ്രിൻസിപ്പൽ സാറിനെ വിളിച്ചിട്ട് വരാം. അദ്ദേഹവും കാണട്ടെ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് എത്ര ഭക്ഷണം വേസ്റ്റ് ആക്കി കളയുന്നെന്ന്. നിങ്ങൾ ആര്യ ഒന്ന് നോക്കിക്കോണം. അഭിമന്യു, നീ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ഇത്രയും ഭക്ഷണം എങ്ങനെയാ നിന്റെ വയറ്റിലായത്? ആരാ പറഞ്ഞ ഭക്ഷണം ഞാൻ കഴിച്ചെന്ന്? ഭക്ഷണം എല്ലാം ക്യാൻറ്റീന്റെ ഡസ്റ്റ്ബിനിലാണോ ഉള്ളത്? എന്നോട് സത്യം തുറന്നു പറഞ്ഞതിൽ താങ്ക് യു. ഇനി തെളിവോടെ കൂടെ തന്നെ മണിസാറിനെ കാണിക്കാം. ഇനി ഭക്ഷണം കൊണ്ടല്ല, വഴക്ക് കേട്ട് നിന്റെ വയറ് നിറച്ചോളൂ. റോണിയെ മണ്ടനാക്കുന്നത് സോ ഈസി പീസി. അഭിമന്യു, നീ കാരണം നമ്മുടെ പ്രശ്നങ്ങൾ വലുതാവാണ്. ഓ, ഇത് മുഴുവൻ കാലിയാണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? മണിസർ വരൂ, ഇത് വേറെ ഡസ്റ്റ്ബിൻ ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ള ഡസ്റ്റ്ബിൻ ചെക്ക് ചെയ്യാം. ആര്യ, മണിസാറ് വരുമായിരിക്കും. നമുക്ക് ഞാൻ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതെങ്ങാനും മണിസാർ കണ്ട് എന്റെ കാര്യം ആകെ കുഴപ്പത്തിലാകും. ഒന്നും സംഭവിക്കില്ല ആര്യ. എനിക്ക് ഈ ഭക്ഷണം തീർത്തേ പറ്റൂ. ആര്യ വേണ്ട, നമ്മൾ ഏലിയൻസ് ഹ്യൂമൻ ഫുഡ് കഴിക്കാൻ പാടില്ല. അഭിമന്യു, ഇനി എന്ത് ചെയ്യും? ഇത് കാക്ക പോലും കഴിക്കുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഹ്യൂമൻസ് ഏത് ഫുഡിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഈ കെച്ചപ്പ് ഇടാറുണ്ട്. ഈ കാക്കിക്കും ആ ടേസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലോ?
വരൂ കാക്കേ കഴിക്കൂ കാക്കേ, വരൂ കാക്കേ കഴിക്കൂ കാക്കേ, വരൂ കാക്കേ കഴിക്കൂ കാക്കേ, വരൂ 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 വരൂ. അഭിമന്യു വേഗമാട്ടെ, അവരിവിടെ എത്താറായി. ഇനി എന്റെ ഏലിയൻ പരിപാടികൾ ആരംഭിക്കാം. ഓഹോ, ഈ ഏലിയൻ ഇനി എന്ത് കുസൃതി ഒപ്പിക്കാൻ പോകുന്നേ? ഓ, ഇന്നത്തെ ദിവസം അടിപൊളിയാണ്. അഭിമന്യു, ചമ്പക്കുചേട്ടൻ. ഇന്ന് ഞാൻ എല്ലാ ചെടികൾക്കും വെള്ളം കൊടുക്കും കൊടുക്കും കൊടുക്കും. ഈ കാക്കകൾ എന്റെ തലയിൽ കാഷ്ടിച്ചു. ഈ കാക്കകൾ ധാരാളം തക്കാളി കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ടേസ്റ്റിന് ബെസ്റ്റ് പാവയ്ക്ക പക്കോട വിത്ത് കെച്ചപ്പ്. വരൂ വരൂ എല്ലാവരും കഴിക്കൂ. സാർ ഒന്ന് വേഗം നടക്കുന്നേ. അഭിമന്യു, അവരിവിടെ എത്തിക്കഴിഞ്ഞു. ഈ ഡസ്റ്റ്ബിൻ കാലിയാണല്ലോ. ഡസ്റ്റ്ബിന്നും പാവയ്ക്ക പക്കോട ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ സർ, സാറിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ഇന്ന് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിന്റെ എല്ലാ റെക്കോർഡ്സും തകർത്തു. നീ പറഞ്ഞത് ശരിയാണ് മോന. ആര്യ എല്ലാ റെക്കോർഡുകളും തകർത്തിരിക്കുന്നു. ഡോണ്ട് വറി സർ, ഞങ്ങളുള്ളപ്പോ ഇവിടെ ഭക്ഷണം ഒന്നും വേസ്റ്റ് ആവില്ല. പക്ഷെ സാർ, മോന ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി സാറിനെ ക്യാൻറ്റീനിലേക്ക് വിളിച്ചു വരുത്തി സാറിന്റെ പ്രഷ്യസ് ടൈം വേസ്റ്റ് ആക്കിയില്ലേ? പിന്നെ സാർ, മോന എല്ലാവരുടെയും പ്ലേറ്റ് ചെക്ക് ചെയ്തു. പക്ഷെ മോനയുടെ പ്ലേറ്റ് ആരും ചെക്ക് ചെയ്തില്ല. മോന മോണിറ്റർ ഡ്യൂട്ടിയിൽ ബിസി ആയിരുന്നുകൊണ്ട് ഭക്ഷണം പോലും കഴിച്ചില്ല. അവൾക്കായി ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു പാവയ്ക്ക കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ പക്കോട. മോന ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ പോവുക. രസോട ബായ് കിച്ചണിലുണ്ടെങ്കിൽ കുട്ടികൾക്കെന്നും രസകരമായിരിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.